കെ.ബി. ഗണേഷ് കുമാർ 2001 മുതൽ പത്തനാപുരത്തു നിന്നുള്ള നിയമസഭാംഗവും 2 തവണ സംസ്ഥാന ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയുമായിട്ടുണ്ട് ഗണേഷ് കുമാർ. കേരള കോൺഗ്രസ് ബിയിൽ നിന്ന് LDF, UDF മുന്നണികൾക്ക് വേണ്ടിയും സ്വതന്ത്രനായി വിജയിച്ചിട്ടുണ്ട് ഗണേഷ് കുമാർ. ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. സിനിമാക്കാർക്കിടയിലുള്ള ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള രാഷ്ട്രീയക്കാരൻ. തന്റെ അച്ഛന് രാഷ്ട്രീയ പാരമ്പര്യവും അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ ചൂടുറപ്പിക്കുവാൻ ഒരു പരിധിവരെയും കാരണമായിട്ടുണ്ടാകും. മുകേഷ്. കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്ന മുകേഷിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MLAയും മുൻ മന്ത്രിയുമായിരുന്ന PK ഗുരുദാസിന് പകരം കൊല്ലം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. 2016 ഇടതു തരംഗത്തിൽ കൊല്ലത്ത് നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സൂരജ് രവിയെ പരാജയപ്പെടുത്തി ആദ്യമായി CPM ടിക്കറ്റിൽ മുകേഷ് നിയമസഭാംഗമായി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും സിറ്റിംഗ് സീറ്റിൽ നിന്ന് മത്സരിച്ച മുകേഷ് കൊല്ലം DCC പ്രസിഡന്റായിരുന്ന ബിന്ദു കൃഷ്ണയെ പരാജയപ്പെടുത്തി 2ാം തവണയും നിയമസഭയിലെത്തി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മത്സരിച്ചെങ്കിലും UDF സ്ഥാനാർത്ഥിയായ RSP നേതാവും സിറ്റിംഗ് MPയുമായ NK പ്രേമചന്ദ്രനോട് പരാജയപ്പെട്ടു. ജഗദീഷ്. 2016 പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് ജഗദീഷ് ആദ്യമായി മത്സരിക്കുന്നത്. എന്നാൽ രാഷ്ട്രീയ പ്രവേശനം ജഗദീഷിന് ഗുണകരമായില്ല. എതിർ സ്ഥാനാർത്ഥിയും മറ്റൊരു സിനിമാ താരവും കൂടിയായ ഗണേഷ് കുമാറിനെതിരെ വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുകയായിരുന്നു. അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയും ഒരു സിനിമാ താരമായിരുന്നു, രഘു ദാമോദരൻ അഥവാ ഭീമൻ രഘു. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശേഷം ഭീമൻ രഘു CPIMൽ പ്രവർത്തിച്ചു വരുന്നു. BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ പ്രധാനപ്പെട്ട 3 പാർട്ടികളും പ്രവർത്തിച്ച് പരിചയമുള്ളതാണ് ഭീമൻ രഘു. ഇന്നസെന്റ്. 2014 മുതൽ 2019 വരെയുള്ള ചാലക്കുടിയിൽ നിന്നുള്ള ലോക്സഭാംഗമായിരുന്നു ഇന്നസെന്റ്. ഇടക്കാലത്ത് ഇടതുപക്ഷ പാർട്ടിയായ RSPയുടെ തൃശൂർ ജില്ലാ സെക്രട്ടറിയായും 1979 മുതൽ 1983 വരെ ഇരിങ്ങാലക്കുട മുനിസിപ്പൽ കൗൺസിലറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ആശയങ്ങളോട് എന്നും അനുഭാവം പുലർത്തിയ ഇന്നസെന്റ് 2014 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. കോൺഗ്രസ് നേതാവായിരുന്ന PC ചാക്കോയെ പരാജയപ്പെടുത്തി ആദ്യമായ ലോക്സഭാംഗമായ ഇന്നസെന്റ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ നിന്ന് വീണ്ടും മത്സരിച്ചെങ്കിലും കോൺഗ്രസിലെ ബെന്നി ബെഹ്നാനോട് പരാജയപ്പെട്ടു. സുരേഷ് ഗോപി. 2014 BJPയിൽ ചേർന്നതോടെയാണ് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. 2011 മുതൽ രാഷ്ട്രീയ രംഗത്തുണ്ടെങ്കിലും ഏതെങ്കിലും പ്രത്യേക പാർട്ടിയോട് ആഭിമുഖ്യം പുലർത്തിയിരുന്നില്ല. ഒരു കാലത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ലീഡർ K കരുണാകരന്റെ അനുഭാവിയായിരുന്നു സുരേഷ് ഗോപി. 2016 കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമായി രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തതിനെ തുടർന്ന് ആദ്യമായി പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP ടിക്കറ്റിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ച സുരേഷ് ഗോപി മികച്ച ഭൂരിപക്ഷം നേടി ആദ്യമായി ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിൽ നിന്നും താമര ചിഹ്നത്തിൽ വിജയിച്ച ആദ്യ ലോക്സഭാംഗം കൂടിയാണ് സുരേഷ് ഗോപി. 2024 ജൂൺ 9 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് 3ാം നരേന്ദ്രമോദി സർക്കാരിലെ പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം വകുപ്പുകളുടെ സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയാണ് നിലവിൽ സുരേഷ് ഗോപി. ധർമ്മജൻ ബോഗാട്ടി. 2021 കോൺഗ്രസിന്റെ ബാലുശ്ശേരിയിലെ MLA സ്ഥാനാർത്ഥിയായാണ് ധർമ്മജൻ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. എന്നാൽ CPIMന്റെ KM സച്ചിൻ ദേവിനോട് 20,000-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുകയായിരുന്നു. മുരളി. ഇടതുപക്ഷ ആശയങ്ങളോട് എന്നും അനുഭാവം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു മുരളി. 1999 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും കോൺഗ്രസ് നേതാവ് VM സുധീറിനോട് 35,000-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുകയായിരുന്നു. മാണി C കാപ്പൻ. സിനിമയിലും രാഷ്ട്രീയത്തിലും സ്പോർട്സിലും ഒരുപോലെ സജീവമായിരുന്നു മാണി C കാപ്പൻ. നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള അദ്ദേഹം ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്. പാലായിലെ കാപ്പിൽ കുടുംബത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻ NBAയുമായിരുന്ന ചെറിയാൻ J കാപ്പന്റെ മകൻ കൂടിയാണ് മാണി C കാപ്പൻ. കേരള സംസ്ഥാന വോളിബോൾ ടീമിൽ 4 വർഷത്തോളം അംഗമായിരുന്ന മാണി C കാപ്പൻ കേരള കോൺഗ്രസ് M നേതാവായിരുന്ന KM മാണിക്കെതിരെ 2006, 2011, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാലായിൽ നിന്ന് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. 2019 നടന്ന പാലാ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ ജോസ് ടോമിനെ പരാജയപ്പെടുത്തി ആദ്യമായി പാലായിൽ നിന്ന് നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ സീറ്റിൽ നിന്ന് വീണ്ടും മത്സരിക്കാൻ താൽപര്യപ്പെട്ട മാണി C കാപ്പൻ NCP സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് മുന്നണി വിട്ട അദ്ദേഹം UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു.
ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച കേരള കോൺഗ്രസ് എം നേതാവും KM മാണിയുടെ മകനുമായ ജോസ് KM മാണിയെയാണ് ഇത്തവണ കാപ്പൻ പരാജയപ്പെടുത്തിയത്. ഇവരെ കൂടാതെ വേറെയും ആളുകൾ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുണ്ട്. നടൻ കൃഷ്ണകുമാർ, സംവിധായകൻ രാജസേനൻ തുടങ്ങിയവർ ഉദാഹരണങ്ങളാണ്. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിൽ എത്തിയ ആരെയാണ് നിങ്ങൾക്ക് ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരനായി തോന്നുന്നത്? മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.